യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വിശ്വാസത്തിൽ എങ്ങനെയാണ് തുടർന്ന് പോകുന്നത്, മരണം വരെ എങ്ങനെയാണ് തുടർന്ന് പോകുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്. മനുഷ്യന് ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് മരണം. ചിലർക്ക് മൃതശരീരത്തെ തന്നെ കാണുന്നത് ഭയമാണ്, മരണ വീട്ടിൽ പോകുന്നത് പോലും ഭയമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, മനുഷ്യൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാണൻ, ദേഹി, ആത്മാവ്, ശരീരം, ഈ 3 കാര്യങ്ങളാണ് മനുഷ്യന് ഉണ്ടാക്കപ്പെട്ടത്. ഈ ദേഹി അല്ലെങ്കിൽ ഈ പ്രാണനും ആത്മാവും ശരീരം വിട്ടുപോകുന്ന അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രാണവേദനയൊക്കെ വന്നിട്ടാണ് മരിക്കുന്നത്. ചില ആളുകൾ ശാന്തരായിട്ട് മരിക്കുന്നുണ്ട്. ഈ നിര്യാണം, മരണം, മൃത്യു, ചരമം, കാലം ചെയ്തു എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതും നിഴൽ പോലെ പിന്തുടരുന്നതും ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയുമാണ്. മരണം ദൈവം വിധിച്ചതല്ല, മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ വന്നു ചേർന്ന ഒന്നാണ്. ശാപത്തിൻ്റെ ഒരു അനന്തരഫലമാണ്. ശാപം മനുഷ്യരിലേക്ക് വന്നതിന് ശേഷമാണ് മരണം വന്നത്. ദൈവത്തിൻ്റെ തേജസ്സിലായിരുന്നു ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവിക തേജസ് നമ്മൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മളെ പാപം ചെയ്ത് സെപ്പറേറ്റ് ചെയ്തപ്പോഴേ നമ്മൾ മരണത്തിന് വിധേയരായി തീർന്നു എന്നുള്ളതാണ്. ജെയിംസ് 2:26, യാക്കോബ് 2:26 ആത്മാവില്ലാത്ത ശരീരം നിർജീവം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആത്മാവില്ലാത്ത ശരീരം, ആത്മാവ് വിട്ടുപോയ ശരീരം നിർജീവമാണ്. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നത്, മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് പലരും പല രീതിയിൽ അന്വേഷിച്ചു. ശാസ്ത്രവും ഒക്കെ അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഉത്തരവും അതിനെക്കുറിച്ച് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് പല മതങ്ങൾ പല രീതിയിൽ അത് വിശ്വസിക്കുന്നു. ചിലർ പുനർജനനത്തിൽ വിശ്വസിക്കുന്നു, ചിലർ അതിനുശേഷം ഒരു പ്രതിഫലം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ തിരുവചനമാണ് അത് വ്യക്തമായിട്ട് ആ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നത് ബൈബിള് മാത്രമാണ്. അത്രയും ക്ലിയറായിട്ട് വേറൊരു മതഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുന്നില്ല എന്നുള്ളത്. നമ്മൾ മരണത്തിൻ്റെ പ്രക്രിയ നോക്കുമ്പോൾ ഹൃദയം, ശ്വാസകോശം ഇവയൊക്കെയാണ് ആദ്യം മരിക്കുന്നത്. പിന്നീട് തലച്ചോറുകളും നാഡീവ്യൂഹങ്ങളും എല്ലാം പ്രവർത്തനം നിൽക്കുമ്പോൾ പൂർണ്ണമായി മരിച്ചു എന്ന് നമ്മൾ പറയുന്നു. മരണശേഷമുള്ള ജീവിതം എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഇനിയുള്ള കൂടുതലും ഈ എപ്പിസോഡുകളിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്വർഗമുണ്ടോ? നരകമുണ്ടോ? പാതാളം എന്താണ്? നമ്മൾ മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മൾ ഇനിയും ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ബൈബിളിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ധാരാളം റെഫറൻസസ് ഉണ്ട്. അതെല്ലാം നമ്മൾ അതിലേക്കുള്ളൊക്കെ ചിന്തിക്കും. നമുക്കറിയാം, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തിൻ്റെ മരണത്തെക്കുറിച്ച് അല്ലാതെ ഒരു ആത്മീയ മരണവും ഉണ്ട്. ശാരീരിക മരണം കൂടാതെ ഒരു ആത്മീയ മരണമുണ്ട്. അതിനാണ് നിത്യമരണം എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയ മരണം, നിത്യമരണം. ആത്മാവുമായിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം നിത്യമാണല്ലോ. ആത്മാവ് നശിക്കാത്തതിനാൽ അത് നിത്യമാണ് എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യനെ പാർക്കുവാനും ജീവിക്കുവാനുമാണ് ഈ ഭൂമി സൃഷ്ടിച്ചു തന്നിരിക്കുന്നതെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 45:12 പറയുന്നുണ്ട്. അതുപോലെ യെശയ്യാപ്രവചനം 45:18 വാക്യം, 18-ാം വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ എന്നെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ എന്നെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനും അല്ല. ദൈവം മനുഷ്യനെ പാർക്കുവാനും ജീവിക്കുവാനും ഭൂമിയെ സൃഷ്ടിച്ചു തന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നമ്മൾ
പാർത്ത് ജീവിച്ചു കഴിഞ്ഞു മരിക്കുമ്പോഴേ മനുഷ്യൻ്റെ ആത്മാവ് അവനെ വിട്ടുപോകുന്നു. ആ ആത്മാവ് എവിടെ എത്തിച്ചേരുമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴുണ്ട്. അത് ചിലപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരും, ചിലപ്പോൾ അത് നരകത്തിൽ എത്തിച്ചേരും. നമുക്കത് കാണാനായിട്ട് സാധ്യമല്ല. യേശുക്രിസ്തു പറഞ്ഞു, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും എന്ന് നമ്മൾ യേശുക്രിസ്തു ചോദിക്കുന്നു. ഭൂമിയിലുള്ളത് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോഴും നമ്മൾ പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെ ഒരുപാട് വേറെ രീതിയിലുള്ള പഠിപ്പിക്കലുകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. സ്വർഗവും നരകമൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണ്. നരകം മനുഷ്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അവൻ്റെ അവസ്ഥയാണ്. നല്ല രീതിയിൽ ജീവിച്ചാൽ അവൻ സ്വർഗീയമായിട്ടുള്ള അനുഭവത്തിൽ ജീവിക്കാൻ പറ്റും, എന്നാൽ നരകതുല്യമായിട്ടുള്ള ജീവിതം ഇവിടാണ് എന്നൊക്കെ നമ്മൾ ഈ ആളുകളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളെ പഠിപ്പിക്കലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ചെല്ലാം ക്ലിയറായിട്ട് പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ശരീരം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എങ്ങോട്ടായി പോകുന്നതെന്നൊക്കെ നമ്മളെ ചിന്തകൾ വരും. ചിലർ പറയും ജീവൻ പോയി, മരിക്കുന്നതിന് പറയുന്നതാണ് ജീവൻ പോയി. എങ്ങോട്ട് പോയി? മരണത്തെ ഭയപ്പെടുവാനായിട്ട് മനുഷ്യന് ഇന്ന് 5 കാരണങ്ങളാണ് ഉള്ളത് മരണത്തെ ഭയപ്പെടുവാൻ. ഇപ്പോൾ ഒന്നാമത്തെ കാരണം, മരിച്ചതിന് ശേഷം എവിടെ പോകുമെന്നുള്ള, എന്നുവെച്ചാൽ മരണാന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു നിശ്ചയമില്ല. അവിടെ പേടിയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? എൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ എനിക്കില്ല. രണ്ടാമത്, നരകം സത്യമായതിനാലും അതിനകത്തെങ്ങാനും ഞാൻ അകപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ടും മരണത്തെ പേടിയാണ്. മരണത്തോടെ എല്ലാം അവസാനിക്കുമെന്നുള്ള ചിന്ത ചിലർക്കുണ്ട്. അതും മരണത്തിന് പേടിക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ അടുത്ത 4മതൊരു ചിന്ത ഇങ്ങനെയാണ്, ഈ ലോകത്തേക്കാൾ നല്ലൊരു സ്ഥലം ഇല്ലെന്നുള്ള വിശ്വാസം. ഈ ലോകമാണെല്ലാം, ഈ ലോകമാണ് നമുക്ക് വേണ്ടതൊക്കെ തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ 5 സെൻസസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തേക്കാൾ നല്ലൊരു സ്ഥലം ഇല്ല എന്നുള്ളൊരു വിശ്വാസത്താൽ മരണത്തെ പേടിക്കുന്നു. ചില ആളുകളുണ്ട് ഈ ലോകം അങ്ങ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഭൂമിയിൽ ജീവിച്ചത് അവർക്ക് മതിയാകില്ല, അവർക്കൊരിക്കലും മതിയാകാത്തതുകൊണ്ട് അവർ മരണത്തെ ഭയപ്പെടുന്നു. അയ്യോ, ഞാൻ മരിച്ചു പോകുമോ? ഞാൻ മരിച്ചു പോയാൽ എന്താണ്? എനിക്ക് ഇവിടെ നല്ല എൻജോയ്മെൻ്റാണ്, എൻ്റെ കുടുംബമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബിലോങ്ങിങ്സ് ഉണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉള്ള ഞാൻ അതുകൊണ്ട് സന്തോഷിച്ചങ്ങ് ജീവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മരിച്ചു പോയാൽ എന്തായിത്തീരും എന്നുള്ളൊരു പേടി. അതുകൊണ്ട് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുവാനായിട്ടുള്ള 5 ചിന്തകളാണ് പൊതുവെ ഞാനിപ്പോൾ പറഞ്ഞത്. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം. പൗലോസിന് അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ നിര്യാണകാലം അടുത്തു. അത് നേരത്തെ പറയുന്നത്, ഞാൻ നല്ല പോർ പരുതു, വിശ്വാസം കാത്തു, കിരീടം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അതിനാൽ എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് പറയാം. നിര്യാണം എന്ന് പറയുന്ന ആ വേർഡ് അനാലൂസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അനാലൂസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം, അതിൻ്റെ അർത്ഥം 3 രീതിയിലുള്ള അർത്ഥമാണ് ഉള്ളത്. ഒന്ന്, യുദ്ധത്തിന് ശേഷം പാളയത്തിൽ നിന്ന് കൂടാരം എല്ലാം ഇളക്കി മാറ്റി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. യുദ്ധം നടത്തി ആ കൂടാരം ടെൻ്റൊക്കെ അടിച്ചാണല്ലോ ആളുകളെല്ലാം അവിടെ നിന്നിട്ട് യുദ്ധത്തിന് പോകുന്നത്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം പാളയത്തിൽ നിന്ന് കൂടാരം എടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ചരക്ക് കപ്പൽ വന്നിട്ട് സാധനങ്ങൾ ഇറക്കി തുറമുഖത്ത് ഇറക്കിയിട്ട് നങ്കൂരമെടുത്ത് തിരിച്ചു പോകുന്ന അവസ്ഥ. ഓക്കെ. നുകം അഴിക്കപ്പെട്ട് സ്വതന്ത്രരായ കാള, നമ്മൾ പൂട്ടാനൊക്കെ കാളയൊക്കെ ഉപയോഗിക്കുമ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞു, നുകമെല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് അത് സ്വതന്ത്രയാക്കി ആ കാളയെ വിടുന്നു എന്നുള്ളത്. എന്നിട്ട് ഇതെല്ലാം തന്നെ കാണുന്നത്, ഇതിൻ്റെ പിന്നിൽ ഈ അനാലൂസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദത്തിൻ്റെ പിന്നിൽ
ഒരു കാണുന്ന വേർഡ്സ് അതെന്ന് വെച്ചാൽ ഫ്രീഡം, അല്ലെങ്കിൽ റിലാക്സ്ഡ്, എല്ലാം കഴിഞ്ഞു, ഫ്രീഡമായി, റിലാക്സ്ഡായി, അക്കംപ്ലിഷായി എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് മരണത്തിന് ബൈബിള് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി ഫിനോമിനയായിട്ട് എനിക്കിപ്പോൾ ഫ്രീഡമായി, ഇതുവരെയുള്ള ഞാൻ ചില കാര്യങ്ങൾ, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, ആ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്നുള്ള ഒരു മീനിങ് ആണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മരിച്ചവരെ കുറിച്ച് പറയുന്ന മലയാള പദത്തിൽ ഒന്ന് പരേതൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പരേതൻ എന്ന് പറഞ്ഞാൽ പരലോകത്തെ പ്രാപിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പരലോകം എന്ന് പറഞ്ഞാൽ ആർക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്ന്? ആർക്കും അറിയത്തില്ല. പരേതൻ എന്ന് പറയുന്നുണ്ട് എൻ്റെ അർത്ഥം. എന്നാൽ ലൂക്കോസ് 16:23 ആ പാരഡൈസ് എന്ന് പറയുന്ന റെസ്റ്റിംഗ് പ്ലേസിനെ കുറിച്ചൊക്കെ ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. പിന്നെ വേറൊരു വേർഡ് യൂസ് ചെയ്യുന്ന പ്രേതൻ എന്ന് പറഞ്ഞ്, പ്രേതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നല്ലവണ്ണം പോയവൻ എന്നാണ് അർത്ഥം. ബൈബിളിൽ പ്രത്യാശയോട് മരിക്കുന്ന പൗലോസ് പറയുന്നത്, പ്രത്യാശയോട് ഞാൻ മരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബൈബിളിലത് പറയുന്നുണ്ട്. എന്നാൽ മലയാള പദത്തിലെ പ്രേതം എന്ന് പറഞ്ഞതിന് പ്രത്യേകിച്ച് നല്ലവണ്ണം പോയെന്നുള്ളൊരു മീനിങ് ആണുള്ളത്. പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കേട്ടാൽ തന്നെ ഭയമാണ്. മൃതൻ എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രാണനെ ഉപേക്ഷിച്ചവൻ. ഈ പ്രാണൻ, ബൈബിൾ പറയുന്നതാണ്, പ്രാണൻ മൺകൂടാരം വിട്ട്, നമ്മുടെ ശരീരത്തെ മൺകൂടാരമായിട്ട് ഉപമിച്ചാണ് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ പറയുന്നത്. അന്നേരം മൺകൂടാരം വിട്ട് പിരിയുന്ന ഒന്നാണ് മരണം. മരണം അഥവാ അതിനെ, അല്ലെങ്കിൽ ദൈവം തന്ന ആത്മാവിനെ തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒന്നാണ് മരണം എന്നാണ് ബൈബിളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഞാൻ ബൈബിളിൽ നിന്നുള്ള ഇനി വാക്യങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. ബൈബിളിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേൾപ്പിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? സമുദ്രത്തിലെ വെള്ളം പൊയ്പോവും പോലെയും ആറ് വറ്റി ഉണങ്ങും പോലെയും മനുഷ്യൻ കിടന്നെടുത്ത് എഴുന്നേൽക്കുന്നില്ല, ആകാശം ഇല്ലാതെയാകുമ്പോൾ വരെ അവൻ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. നീ എന്നെ പാതാളത്തിൽ മറച്ചു വയ്ക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്കൊരു അവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്യുന്നതിൽ കൊള്ളായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലത്തൊക്കെയും കാത്തിരിക്കാമായിരുന്നു. ഇവിടെ ഇയ്യോബ് മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചും ഉള്ള ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? പിന്നെ 12-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്, ആകാശം ഇല്ലാതെയാകും വരെ അവൻ ഉണരുന്നില്ല. പക്ഷെ അവൻ ഉണരും. ആകാശം ഇല്ലാതെയാകുമ്പോഴേ അവൻ ഉണരുള്ളൂ, അതുവരെ ഉണരുന്നില്ല. അതുപോലെ ഇയ്യോബ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിന് ഉത്തരമുണ്ടോ? ഉത്തരവുണ്ട്. ബൈബിളിൽ അതിന് ഉത്തരവുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഈ പ്രാണൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നോ? ബൈബിൾ പ്രകാരം ഉത്തരം ഇല്ല എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് മുൻ ജന്മം ഇല്ലായിരുന്നു. എന്നാൽ പ്രാണൻ വിട്ടാൽ പിന്നെ ജീവിക്കുമോ? തീർച്ചയായും. എന്നാൽ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഈ അവസ്ഥയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ദൈവ സംസർഗം നഷ്ടപ്പെട്ട മനുഷ്യനിൽ ശാരീരികമായിട്ടുള്ള മരണം സുനിശ്ചിതമാണ്. കാരണം ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 2:17 പറയുന്നത് ഇങ്ങനെയാണ്, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു ദൈവം. ആ പറഞ്ഞ അതുപോലെ തന്നെ അവൻ മരിച്ചു. പാപം ചെയ്തു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്തു, മരിച്ചു എന്ന് വെച്ചാൽ ഓം ടു ദ ടോം, ഗർഭപാത്രത്തിൽ നിന്ന് സെമിട്രിയിലേക്ക് അല്ലെങ്കിൽ ടോംബിലേക്ക്, കല്ലറയിലേക്ക് ആയി. എന്നാൽ യേശുക്രിസ്തു വന്ന് പഠിച്ചത് എന്താണ്? യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 11:25 പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അന്നേരം പഴയ നിയമത്തിൽ കൂടി ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞെങ്കിൽ അതിൽ കൂടി
നിന്റെ മരണത്തിനപ്പുറമായി നീ കർത്താവിൽ വിശ്വസിക്കുന്നവർക്കൊരു ജീവനും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകും. 2 കൊരിന്ത്യർ 5:1 മരണാനന്തരം നമുക്ക് ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം, മന്ദിരം ഉണ്ട്, ഒരു പുതിയ ശരീരം. ഇത് ബാഹ്യലോകവുമായി ബന്ധമില്ലാത്ത ഒന്നാണ്. ദൈവം അനുവദിക്കുമ്പോൾ നമുക്കത് കിട്ടും. നമുക്ക് പുതിയൊരു ശരീരം എന്താണെന്ന് നമുക്കറിയത്തില്ല, നമുക്കത് കിട്ടും. ആ പുതിയ ശരീരം മോശയ്ക്കും ഏലിയാവിനും ഉണ്ടായിരുന്നു. ഒരു മറുരൂപമലയിൽ വന്ന സമയത്ത് മോശയും ഏലിയാവും കർത്താവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഒരു പുതിയ ശരീരം. ബൈബിൾ ഉപദേശപ്രകാരം നമ്മൾ എല്ലാവരും പുനരുത്ഥാനം, വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു കാര്യമാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും കൂടുതലായിട്ട് ചിന്തിക്കും. എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണെന്നും ഇതിൻ്റെ മീനിങ് എന്താണെന്നും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് മരണാസന്നമായ രോഗങ്ങളിലിരിക്കുന്നവരെ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അവർ കിടക്കയുടെ അടുത്ത് നിങ്ങൾ ഹെൽപ്പേഴ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും ദൈവം ചില കാര്യങ്ങൾ വിടുതൽ തരും. മരണം എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ളൊരു എൻഡല്ല. അത് കഴിഞ്ഞിട്ടും ഒരു ജീവിതം നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മിഷൻ തീരുന്നവരെയും ദൈവം നമ്മളെ ഇവിടെ ജീവനോട് ഈ ഭൂമിയിലാക്കി വെച്ചു. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ആയുസ് നീട്ടിത്തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ പ്രാണൻ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് ഈ ലോകത്തിൽ വെച്ച് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾ ചിന്തിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ചും മരണാസന്നമായിട്ടുള്ള ചില രോഗങ്ങൾ വന്ന് ആയിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നു. അവരോട് കൂടെ കർത്താവെ സ്റ്റാൻഡ് ബൈ ആയി നിന്ന് അവരോട് കൂടെ അവരുടെ കിടക്കയുടെ അടുക്കലിരിക്കുന്ന ചില ആളുകൾ അവരുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ കർത്താവെ, ചിലരെ ഒക്കെ കിടക്കുന്നവരെ കർത്താവെ, നടുവൊക്കെ തളർന്ന് കിടക്കുന്നവരെ എഴുന്നേറ്റിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞവരെ എഴുന്നേറ്റിരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ വലിയ അനുഗ്രഹങ്ങളെ, വലിയ നന്മകളെ, വലിയ ക്യൂറെ കർത്താവെ ഇന്ന് രാത്രികാലം കൊടുക്കുന്നവർക്ക് സ്തോത്രം. ജീവിതത്തിൽ കർത്താവെ നിരാശയിലിരിക്കുന്നവരെ പ്രത്യാശ കൊടുക്കുന്ന ദൈവം, കർത്താവെ മരിക്കുന്നത് നല്ലതെന്ന് ചിന്തിച്ച് കർത്താവെ നിരാശയിലിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കർത്താവെ ഇന്ന് രാത്രികാലം പ്രത്യാശ കൊടുക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്യുന്നവർക്ക് സ്തോത്രം. ദൈവമേ, അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ചു പോയി, എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വിഷണ്ണരായി കർത്താവെ വീട്ടിൻ്റെ മൂലയിൽ ഒതുങ്ങി കർത്താവെ നിരാശരായിരിക്കുന്ന ചില മാതാപിതാക്കളെ കർത്താവെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അത് തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വന്ന് നോക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 മണി വരെ ഉണ്ട്. ഇത് നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ അതിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് പ്രെയർ റിക്വസ്റ്റ്, അതിനകത്ത് മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ പ്രാർത്ഥിക്കുന്നൊരു ടീമുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.